This is the third problem of for loop. Threadless code like convert cheyananu. This problem onnum koodi tough aanu when compared to the last two. Idile ശരിക്ക് if എന്ന് പറയുന്ന nested if ആയിട്ടാണ് വരുന്നത്. അങ്ങനെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. So a equal to 0, b equal to 0, c equal to 0 assignment statements ആണ്. Then d എന്ന് പറയുന്ന വേരിയബിളിലേക്ക് a into a plus b into b plus c into c എന്നാണ് എക്സ്പ്രഷൻ വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട്. if വരുന്നത് a is greater than b then. ഇനി ഈ ഇഫിൻ്റെ ഉള്ളിലുള്ള വരുന്ന ഒരു ഇഫ് ആണ്, നെസ്റ്റഡ് ഇഫ് ആണിത്. if b greater than c then സം എന്ന് പറയുന്നത് a plus b plus c അസൈൻ ചെയ്തു. else അതായത് ഈ ഇഫിൻ്റെ എൽസ് പാർട്ടാണിത്. സം ഈക്വൽ ടു a plus b minus c. നിങ്ങൾ പ്രോഗ്രാം മനസ്സിലാകുമ്പോൾ വൃത്തിയിൽ ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ നമ്മൾ എഴുതുന്ന തിയേറ്റേഴ്സ് കൂടെ തെറ്റിപ്പോകും. ഈ ഈഫിൻ്റെ എൽസ് പാർട്ട് ഇതുവരെ വന്നിട്ടില്ല. അതിനുള്ളിലുള്ള നെസ്റ്റഡ് ഇഫാണ് ഈഫ് ആൻഡ് എൽസ്. ഇനി വരാൻ പോകുന്ന ഈ ഈഫിൻ്റെ എൽസ് പാർട്ട്. ഈഫിൻ്റെ എൽസ് പാർട്ടാണ് സം ഈക്വൽ ടു സം മൈനസ് എ. ദെൻ എല്ലാ ഈഫും എൻഡായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ന്യൂ സം ഈക്വൽ ടു സം ബൈ 2 എന്ന് പറഞ്ഞ ഫോളോയിങ് കോഡ് ഉണ്ട്. ഇനി എങ്ങനെയാണ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം കണ്ട 3 അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിന് അതുപോലെ തന്നെ എഴുതി. a ഈക്വൽ ടു 0, b ഈക്വൽ ടു 0, c ഈക്വൽ ടു 0. ഇനി നമ്മുടെ ഒരു എക്സ്പ്രഷൻ വരുന്നുണ്ട് b ഈക്വൽ ടു a ഇൻറ്റു a പ്ലസ് b ഇൻറ്റു b പ്ലസ് c ഇൻറ്റു c. ഈ ഒരു എക്സ്പ്രഷന് ഡിയിലേക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ നമ്മളെങ്ങനെ ട്രീഡ്രസ് കൂടെ എഴുതാം. ആദ്യം നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിക്കേഷനാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈ പ്രസിഡൻസ് പ്രയോറിറ്റി കൂടുതൽ. t1 എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് a ഇൻറ്റു a അസൈൻ ചെയ്തു. t2ലേക്ക് b ഇൻറ്റു b അസൈൻ ചെയ്തു. ദെൻ t1 പ്ലസ് t2 ആഡ് ചെയ്തു. അതുപോലെ t3ലേക്ക് c ഇൻറ്റു c ചെയ്തു. ഇത് രണ്ടും ആഡ് ചെയ്തതിലേക്ക് ഇത് ആഡ് ചെയ്തു. അതാണ് ചെയ്യുമ്പോൾ നോക്കാം. t1ലേക്ക് a ഇൻറ്റു a, t2ലേക്ക് b ഇൻറ്റു b, t3ലേക്ക് c ഇൻറ്റു c. ദെൻ t4ലേക്ക് t1 പ്ലസ് t2, t5ലേക്ക് t4 പ്ലസ് t3, ഡിയിലേക്ക് t5. ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ്സ് വന്നപ്പോഴാണ് ആ ഒരു എക്സ്പ്രഷൻ കഴിഞ്ഞത്. ഇനി നമുക്ക് ആ ഇഫിന് എന്താ ചെയ്തിരിക്കുന്നത് നോക്കാം. ഇഫ് എന്താ നോക്കാം, അതിന് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് വന്നിരിക്കുന്നത് ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി. ഇപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടീഷൻ എങ്ങനെ നമ്മൾ എഴുതാം? എ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായിരിക്കും ഓപ്പോസിറ്റ്? എ ലെസ് ദാൻ ബി ഓർ എ ലെസ് ദാൻ ആൻഡ് ഈക്വൽ ടു ബി അല്ലേ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നാണ് എൽസ് പാർട്ട് വരും. അപ്പോൾ അതാദ്യം എഴുതാം. ഇഫ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ദെൻ ഓർ ഗോ ടു എന്ന് പറഞ്ഞിട്ട് ലാബിൽ ഏതാണെങ്കിൽ എഴുതാം. അതുപോലെ ഈ ഇഫിൻ്റെ എന്തായിരിക്കും? ബി ഈസ് ഗ്രേറ്റർ ദാൻ സി എന്നാണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ആയിരിക്കും. ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നുണ്ട്. ഇത് രണ്ടും എഴുതാം. ഇതാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി ദെൻ L2 എന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്പർ ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാകാൻ ചെയ്യുന്നത്. ജസ്റ്റ് ഈ പോർഷൻ വിടുക. വൺസ് ലാബിൽ ഡിഫൈൻ ചെയ്തതിന് ശേഷം അത് ഫിൽ ചെയ്യാം. ഇഫ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ദെൻ നെക്സ്റ്റ് ലാബിൽ. ഇനി ഇഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ സി ആണെങ്കിലുള്ള കോഡാണ് ആദ്യം എഴുതേണ്ടത്. അതാണ് ഈ കാണുന്നത്. സം ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ഈ കോഡ് എഴുതണം. അത് കഴിഞ്ഞിട്ടാണ് ഈ എൽസ് പാർട്ടായിട്ടുള്ള എ പ്ലസ് ബി മൈനസ് സി ചെയ്യുന്നത്. അപ്പോൾ അതിൽ എ പ്ലസ് ബി പ്ലസ് സി ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. t6ലേക്ക് എ പ്ലസ് ബി അസൈൻ ചെയ്തു. t7ലേക്ക് t6 പ്ലസ് 7 അസൈൻ സി ചെയ്തു. വൺസ് അത് കഴിഞ്ഞ് സം ഈക്വൽ ടു t7 അസൈൻ ചെയ്തു. ഇനി എൽസ് പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് എൽസ് പാർട്ട് സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗോ ടു എന്നുകൊണ്ട് ലാബിൽ ഡിഫൈൻ ചെയ്തു. ഈ ലാബിൽ ലേറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഞാനിവിടെ നമ്പർ ഇത് കഴിഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ L3 എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ ലാബിൽ ലാസ്റ്റാണ് ചെയ്യേണ്ടത്. ലാബിൽ ഇപ്പോൾ ഇഫ് എന്ന് പറയുന്ന പോർഷൻ കഴിഞ്ഞു. ഇനി ഇഫിൻ്റെ എൽസ് പാർട്ട് പുതിയ ലാബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇപ്പോൾ L1 എന്ന് പറയുന്ന ഒരു ലാബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ എൽസ് പാർട്ടായിട്ടുള്ള സം ഈക്വൽ ടു എ പ്ലസ് ബി മൈനസ് സി എന്ന് പറഞ്ഞതിൻ്റെ കോഡാണ് ഈ കാണുന്നത്. t8ലേക്ക് എ പ്ലസ് ബി അസൈൻ ചെയ്തു. t9ലേക്ക് t8 മൈനസ് സി ചെയ്തു. സമ്മിലേക്ക് t9 അസൈൻ ചെയ്തു. അതാണ് L1. അപ്പോൾ ആ L1 എന്ന് പറയുന്ന പോർഷൻ ഈ ഇഫിൻ്റെ എൽസ് പാർട്ടായതുകൊണ്ട് ഇവിടേക്കാണ് ജമ്പ് ചെയ്യുന്നത്. ഇഫ് ബി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു സി ജമ്പ് L1. അപ്പോൾ അത് L1 ഞാൻ ഫിൽ ചെയ്തു. ഇനി ഈ ഇഫിൻ്റെ ഇത് വരണം. ഇത് ഏത് ലാബിലാണ് നെക്സ്റ്റ് എഴുതാൻ പോകുന്നതാണ് എൽസ് പാർട്ട്. ഇഫ് L2 അതായത് സം ഈക്വൽ ടു സം മൈനസ് എന്നാണ് ഈ L2 ആണ് ചെയ്യുന്നത്. സം മൈനസ് എന്ന് t10ലേക്ക് അസൈൻ ചെയ്തു. സമ്മിലേക്ക് t10 അസൈൻ ചെയ്തു. L2 ദെൻ ഗോ ടു L4.
ദെൻ L3 എന്ന് പറഞ്ഞത് ഇത് നമ്മൾ ഫസ്റ്റ് ഇഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എൽസ് പാർട്ട് ചെയ്യാതെ ഒരു ഫോളോയിങ് പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം. അതാണിത്. ന്യൂ സം ഈക്വൽ ടു സം ബൈ 2 എന്ന് പറയുന്ന ഈ കോഡാണ്. T11 ഈക്വൽ സം ബൈ 2, ന്യൂ സം ഈക്വൽ T11. അപ്പോൾ ഈ T3 എന്ന് പറയുന്നതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും നമ്പർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ എഴുതി നോക്കിയിട്ട് നമ്പറിങ് ചെയ്യും. താങ്ക് യു.